മോളെ മോളെ ചിത്തു ആ അപ്പ മോളെ ഞാൻ പറപ്പൂര് വരെ ഒന്ന് പോയിട്ട് വരാം. ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ടേ. മോളെന്തോ ഒരു പേര് പറഞ്ഞു, ഐസ്ക്രീമിൻ്റെ വെണ്ണിലാവാ എന്നിട്ടോണ്ട് പേര് പറഞ്ഞു. അത് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാം കേട്ടോ. മോള് കുറ്റിയിട്ടിട്ട് വേണം ഇരിക്കാട്ടാ. ഞാൻ വേഗം വരാം അപ്പം പോയി. അത് വെണ്ണില ഐസ്ക്രീം ഇല്ലപ്പാ, വാനില ഐസ്ക്രീമാണ്. ഞാൻ നോക്കി ശ്രദ്ധിച്ചിരുന്നോളാം. ആ പേര് തെറ്റിയതാ, ഞാൻ മേടിച്ചു തരാം കേട്ടാ. ഫോൺ എവിടെ? എന്നാൽ ഷെമീർക്കാനൊന്ന് വിളിച്ചു നോക്കാം. ആരെ വിളിക്കണേ? ആരെ ഈ സമയത്ത് വിളിക്കാൻ? ഏയ് സിത്താണുള്ളത്. ഇവിടെ എന്ത് ഈ സമയത്ത് വിളിക്കുന്നേ? ഹലോ ഹലോ, ഷെമീർക്ക് എവിടെയാ? ആടാ ഞാനേ കൂട്ടുകാരടുത്ത് പോയതാടാ, കുറച്ച് സാധനം കൊടുക്കണ്ടായിരുന്നു. ആ പോയിട്ട് വരുന്ന വഴിയാ. നീ എന്താ വിളിച്ചേ? ഒന്നുമില്ല ഷെമീർക്ക, എന്നാലും എപ്പോൾ വന്നതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ എത്ര മണിക്കെത്തി? ആടാ യാത്ര ഒന്നും കുഴപ്പമില്ലടാ, ഇന്നലെ രാത്രി എത്തിയേ. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് നിനക്കൊക്കെ വിളിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. ഈ എവിടെ ഉള്ളത്? ഞാനിവിടെ ഉണ്ട് ഷെമീർക്ക. ഇപ്പോൾ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ ഷെമീർക്കാനെ വിളിച്ചതാ. ഷെമീർക്ക എന്താ നമ്മുടെ കാര്യത്തിൽ സീരിയസ് ഇല്ലാത്തത്? ഉമ്മാനെ വിളിച്ചിട്ട് ഇവിടേക്ക് വന്നൂടെ? എനിക്കെന്താ അതിനെക്കുറിച്ച് ചിന്ത ഇല്ലെന്നാണ് നീ പറയാൻ നിൽക്കണത്. ഞാനേ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. എന്തായാലും ഉമ്മാട് പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും വന്നിട്ട് എന്തായാലും ഉമ്മാട് പറഞ്ഞിട്ടേ നേരെ ഞാനും ഉമ്മയും കൂടി വന്നാലെന്ന് ആലോചിക്കുക. കേട്ടാ, ഈ അതിനെക്കുറിച്ചൊന്നും പേടിക്കാൻ നിൽക്കണ്ട. ഷെമീർക്ക വന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത കൊല്ലമല്ലേ വരിക. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഓരോ ആലോചന കൊണ്ടുവരികയാണ്. എനിക്ക് ആകെ പേടിയായിട്ട് ചെയ്യുക നമ്മുടെ കാര്യത്തിൽ. നീ വിഷമിക്കണ്ട. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചാലല്ലെങ്കിൽ വന്നിട്ടില്ലേ. ഞാൻ ഈ ആഴ്ചയിൽ ഞാനും ഉമ്മയും കൂടിയിട്ടുണ്ട് വരാനുള്ള പ്ലാനിങ് ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഉപ്പാടും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടാ. ഇനി അവർക്കൊരു ഇതാവണ്ടല്ലോ. ഉപ്പാനോട് ഞാൻ എങ്ങനെയാ ഷെമീർക്ക ഞാൻ പറയുക? എനിക്ക് പേടിയാ ഷെമീർക്ക. നീ നോക്ക്, ഇപ്പാടെ മാനസികാവസ്ഥ എങ്ങനെ നോക്ക്. എന്നിട്ട് നീ പറയാൻ പറ്റുമെങ്കിൽ പറയാൻ ശ്രമിക്ക്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ വന്നിട്ട് നോക്കാം നമുക്ക്. കേട്ടില്ലേ? എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതല്ലേ. അപ്പോൾ ഇതിനൊരു തീരുമാനം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. എന്തായാലും ഇനി ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, എന്നാൽ ശരി ഷെമീർക്ക, ഞാൻ എന്തായാലും ഉപ്പാനോട് പറയാം. ഒന്ന് സമാധാനപ്പെടിയും തരാ. എന്തപ്പത്? നിങ്ങൾ എന്തിനിങ്ങനെ അലരി പൊളിക്കണ? തരുന്നുണ്ടല്ലോ നേരത്തിന് നേരം. വെറുതെ കിടന്നിട്ട് അലരി പൊളിക്കും. തിന്നിട്ടേ വെള്ളം കുടിച്ചിട്ട് കിടക്കിട്ട. വെള്ളം കഴിഞ്ഞാ? ഉമ്മ ഇവിടെ നിൽക്കുക. ഞാൻ എവിടെയൊക്കെ നോക്കിമാ. എന്താ മോനെ, നീ എവിടെ പോയി വന്നാ? അല്ല മോനെ, പോയ കാര്യം എന്തായി? അവനെ കണ്ടാ? സാധനം കൊടുത്താ? അല്ല വന്ന് ഇന്നലെ രാത്രി വരുമ്പോഴേക്ക് ഇന്നിപ്പോൾ ഈ നേരം ഓടണം. ഈ കാലത്ത് വല്ലതും കഴിച്ചിട്ടുണ്ട്. അതേ ഉമ്മ മുട്ടക്കരിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും കഴിക്കാണ്ട് പോയിട്ട് വന്നിക്ക. നീ എന്തെങ്കിലും കഴിച്ചാ? കാലത്ത് അവർ വേണമെങ്കിൽ വന്ന് മേടിക്കും. മോൻ എന്തിനാ കൊണ്ടു കൊടുക്കാൻ പോകുന്നു? ഇന്നലെ 12 മണിക്കും. അന്ന് സാരില്ലമ്മ, നമ്മുടെ അടുത്തല്ലമ്മ, അന്ന് കുഴപ്പമില്ല. ഞാൻ പിന്നെ ആളുടെ ഉമ്മ കുറേ നിർബന്ധിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ച്. നല്ല അടിപൊളി വെള്ളപ്പം മുട്ടക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കഴിച്ച്. പിന്നെ അതൊക്കെ പോട്ടെ, ഞാൻ ഉമ്മയുടെ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാലേ. എന്ത് കാര്യമാണ് പറയേ? ഞാനേ ചെറുപ്പം മുതലൊരു പെൺകുട്ടിനെ സ്നേഹിക്കുന്നില്ലായിരുന്നില്ലമ്മ. അത് ഉമ്മയുടെ നല്ലൊരു സമയമാകുമ്പോൾ പറയാമെന്നുള്ള രീതിയിൽ ഉമ്മയുടെ നിന്നിരുന്നത്. ഇപ്പോഴതിനുള്ള സാഹചര്യം വരുന്നത്. പിന്നെ നമ്മുടെ വീട് പണിയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഫുള്ള് അതിൻ്റെ തന്നെ ആയിരുന്നു. ഇപ്പോഴാണ് അതിന് പറയാൻ പറ്റിയ സാഹചര്യം വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ അവളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേറെ കല്യാണാലോചനയും കാര്യമൊക്കെ നോക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഉമ്മാർന്ന് ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നോക്കിയിട്ട് ഈ ആഴ്ചക്കുള്ളിൽ എപ്പോഴെങ്കിലും നോക്കുന്നത് പോയിട്ട് ഒന്ന് പോയി കണ്ടിട്ട് വരാമ്മ. മോൻ എന്താ പറയണേ? അങ്ങനെയാണെങ്കിൽ നിനക്കൊരു വാക്ക് ഉമ്മാനോട് പറയായിരുന്നില്ലേ? ഉമ്മ അതിനെന്താ അതിൽ നിൽക്കുമോ? അല്ലെങ്കിൽ ഇപ്രാവശ്യം വന്നാൽ നിനക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കാണണം വെച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും 2.5 മാസം 3 മാസം ലീവ് ഉണ്ടല്ലോ.
അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴല്ലേ മോൻ ഇപ്പം ഇങ്ങനെ കാര്യം പറയണത്. എങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മാനോട് നേരത്തെ പറയണ്ടേ അത്? നമുക്കങ്ങനെ മോനക്ക് ഇഷ്ടമാണെങ്കിൽ പോയി കാണാം. എവിടെയുള്ള കുട്ടിയാ? അത് ഇവിടെയാണ് അമ്മ, നമ്മുടെ പാവർട്ടിലാണ് അമ്മ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ഉമ്മ ഇല്ലമ്മ. ഉമ്മ ചെറുപ്പം തന്നെ മരിച്ചു പോയി. അപ്പോൾ പിന്നെ നല്ല ലാളിച്ച് വെച്ച് വളർത്തിയതാണ് അവൻ്റെ ഉപ്പ. അപ്പം പിന്നെ ആ ഒരു പേടി മാത്രമേ എനിക്കുള്ളൂ. എങ്ങനെയാണ് റിയാക്ഷൻ നമുക്ക് അറിയില്ലല്ലോ. എന്തിനാ മോൻ പേടിക്കണേ? നമുക്ക് ആദ്യമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നല്ലപോലെ എന്താണല്ലോ നമ്മൾ ജീവിക്കണേ, തിരക്കേടില്ല, വീട്, നീ ദുബായിൽ, എനിക്ക് ജോലിയുണ്ട്, 10 റുപ്യ സമ്പാദിക്കുന്നുണ്ട്. പിന്നെന്താ, നമുക്ക് നല്ല പോലെ തന്നെ നമ്മളെ ജീവിതം. നമുക്ക് പെണ്ണ് വരാനെന്താ? എനിക്ക് ഉമ്മല്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. നമുക്ക് ചെന്നിട്ട് കാണാം പെൺകുട്ടീനെ. ഉമ്മല്ലാത്ത കുട്ടിയല്ലേ മോനെ, അള്ളാൻ്റെ കൂലി കിട്ടും ചെയ്താൽ. അതിന് ഉമ്മയായിട്ട് ഞാനുണ്ട്. നമുക്കേ എന്നാൽ പോയിട്ട് ഇന്ന് പോയാലും എന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോയി കണ്ടിട്ട് വരാം. നമുക്ക് ഉച്ചയ്ക്ക് വേഷം വേണ്ടമ്മ. ഞാനേ അവിടുത്തെ ഉപ്പാടന്ന് ജസ്റ്റ് സൂചിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റന്നാളുകൊണ്ട് പോവാമ്മ. മറ്റന്നാൾ സമാധാനം പോയിട്ടെന്ന് വരാം അല്ലേ? എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. 2 ദിവസം കഴിയട്ടെ. ബായോ എൻ്റെ അമ്മ. ശരി വാ. മോളെ ചിത്തു, എന്നാ മോളെ ഐസ്ക്രീം. ആ ഉപ്പ വന്നാ? ആ എന്നാ മോളെ. ഉപ്പാ, ഉപ്പനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ കാര്യം പറയേ. ഉപ്പാ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു ഇക്കാനെ എനിക്ക് ഇഷ്ടമായിരുന്നു ഉപ്പാ. ആ ഇക്കയാണെങ്കിൽ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ഇക്കയും ഉമ്മയും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ മോള് പറയുന്നത്? മോൾക്ക് ഞാൻ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ഞാൻ കൂടെ മേടിക്കണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മോളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടാ. ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ എന്താ മോള് ഉപ്പാടൊന്നും പറയാണ്ടിരുന്നപ്പോൾ? ഇത് പെട്ടെന്ന് എനിക്ക് ഷോക്കായില്ലേ? ഇത്ര ദിവസം അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെന്ന് എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹങ്ങൾ സഹായിച്ചു തരുന്നല്ലേ. ഈ കാര്യം മാത്രം എന്താ മോള് മറച്ചു വെച്ചെന്നോട്? ഉമ്മയില്ലാത്ത കുറവ് ഞാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാ മോളെ? മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ വല്ലതും അറിയും ഉപ്പാക്ക്? എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. ഇത്ര കാലം അത് മറച്ചു വെച്ച കാരണം ഉപ്പാക്കൊരു ചെറിയൊരു വിഷമമായില്ലേ? ഇല്ലപ്പാ, ഇത്ര കാലം ഇക്ക ദുബായിലായിരുന്നു. ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഉമ്മയും ഇക്കയും കൂടി നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാണാൻ. മോളുടെ ഇഷ്ടത്തിന് ആരെങ്കിലും ഉപ്പ എതിർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ മോൾക്ക് അതാണോ നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോൾക്ക് എന്താ വെച്ചാൽ ഉമ്മയില്ലാന്ന് വളർന്നതല്ലേ. അപ്പോൾ നല്ലൊരു രീതിയിൽ കല്യാണം കഴിച്ച് കൊടുക്കുന്നു എല്ലാ ഉപ്പന്മാർക്കും ഒരു ആഗ്രഹമുണ്ടാവും. മോൾക്കിപ്പോൾ അവനോട് അത്ര ഇഷ്ടമാണെങ്കിൽ ഉപ്പയായിട്ട് എതിരൊന്നും നിൽക്കുന്നില്ല. മോൾ തന്നെ അവരോട് വരാൻ പറഞ്ഞിട്ട് എന്താ കാര്യം വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. സന്തോഷമായി നമ്മൾക്കിപ്പോൾ? എന്താ മോനെ, ഈ വഴിയിലൊക്കെ കാറ് കയറുമല്ലോ, നല്ല റോഡല്ലേ? കാർ എടുക്കായിരുന്നു. ഇതിലൊക്കെ കാറ് പോണ പോലെ ഉണ്ട്. എന്തൊക്കെ ഏറ്റവും വണ്ടി എടുക്കായിരുന്നു മോനെ. നീ എന്തിനാ അവിടെ ഒതുക്കിയിട്ട്? ഇവിടെ തിണ്ട് ചെറിയൊരു ഇടുങ്ങിയ റോഡാണിത്. ഒതുക്കിയിട്ടില്ലേ വണ്ടി? അവിടെ ഒതുക്കിട്ടിരിക്കണ നടക്കണ ദൂരമുള്ളൂ. എന്താ നീ കൊറേ പോണാ? ഇല്ല, എത്താറായി മതി അവിടെ തന്നെ. അമ്മ ഇതാ വീട്. ഇതാ എന്താ മോനെ, വാതിലൊക്കെ അടച്ചിടക്കണ്ടല്ലോ. ഇവിടെ ആരും ഉണ്ടാവില്ലേ? ഉണ്ടാവും. അവിടെ ഉപ്പിയും മൂളി മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ഉണ്ടാവും, ഉള്ളിലുണ്ടാവും. കോളിംഗ് ബില്ല് അടിച്ചേക്ക്. അതാരാ? പരിചയമില്ലാത്ത മോളാണല്ലോ. ഹലോ, ആരാ? ഇവിടെ ആരുമില്ല മോനെ. അവിടെ ആകെ ഉപ്പയും ഒരു മോളും തന്നെ ഉള്ളൂ. അതിൽ ഉപ്പേണ്ട നേരത്തെ പോകണ്ടായിരുന്നു. ഉണ്ടാവും, ഒന്ന് കോളിംഗ് ബെൽ അടിച്ചു നോക്കിക്കേ. അല്ല, നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ, പുതിയ മുഖങ്ങളാണല്ലോ. ആരാ ആൾക്കാര്? ഞങ്ങളിവിടുത്തെ കുട്ടീനെ പെണ്ണ് കാണാൻ വന്നാ മോനെ. പെണ്ണ് കാണാനാ? കോളിംഗ് ബില്ല് അടിച്ചിട്ട് ആരെയും കാണാനില്ലല്ലോ. ആരും ഉണ്ടാവില്ലേ? പെണ്ണ് കാണാനാ? ഓഹോ, ശരിയാക്കി തരാം. ഇല്ല, ആരാ മനസ്സിലായില്ലല്ലോ. മോളെ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വരി നിങ്ങളെ വരി. ഞാൻ ആളെ മനസ്സിലായില്ല. ഇരിക്കിരിക്കിരിക്കും. മോള് ഇന്നലെ പറഞ്ഞോളൂ നിങ്ങൾ വരുന്നു. മോൻ ഇപ്പോൾ ദുബായിൽ നിന്ന് വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ അല്ലേ? മോനപ്പം എന്ത് ജോലി അവിടെ?
ഇല്ല, ദുബായിൽ ചെറിയൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അതായിട്ട് ഇങ്ങനെ പോണ്. അൽഹംദുലില്ലാ. ഞാൻ മോളുടെ അടുത്ത് പേര് ചോദിക്കാൻ മറന്നു. എന്താ മോൻ്റെ പേര്? ഷമീർ എന്നാണ് ഉപ്പ. ഷമീർ എന്നാണ്. പിന്നെ ഇത് ഉമ്മ. പിന്നെ ഉപ്പ പിന്നെ ചെറുപ്പത്തെ പിന്നെ മരണപ്പെട്ടു. പിന്നെ ഞാനാണ് പിന്നെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പിടിക്കണത് ചെയ്യുന്നത്. എന്തായാലും അള്ള വെച്ച് ഇതുവരെ യാതൊരു കുഴപ്പമില്ല. അൽഹംദുലില്ലാ, നല്ല രീതിയിൽ പോണ്. അല്ല ഒക്കെ ഇരിക്കുക എന്തെങ്കിലും നിൽക്കണ. ഞാൻ ഇരിക്കാം. ഞാൻ ഇത്ര നേരം ഇരുന്നിട്ട് പണിച്ച് നിങ്ങളെ കണ്ടപ്പോൾ. അല്ല മോളെവിടെ? മോളെ കാണാനില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. മോൻ ഇങ്ങനെ പറഞ്ഞേ. അപ്പോൾ അവൻ്റെ ആഗ്രഹമല്ലേ, മക്കളുടെ ആഗ്രഹമല്ലേ നമുക്കും വലിയത്. അപ്പോൾ ശരി വന്ന് കാണാമെന്ന് വെച്ചിട്ട് വന്നതാ. ഉമ്മ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു കാര്യം, ഭയങ്കര ഒരു വിഷമമായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, പോകുന്നും ഇങ്ങോട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ സമയമാകുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ചെന്ന് കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാ. അപ്പോൾ മോളെ വിളിക്കും, മോളെ ഒന്ന് കാണട്ടെ. മോളെ അവരെത്തിയിട്ടുണ്ട് കേട്ടാ. ആ കലക്കേച്ച വെള്ളം ഇങ്ങോട്ട് കൊണ്ടുപോവാ. മോളിങ്ങനെ പറഞ്ഞപ്പോഴേ പിന്നെ ഉമ്മയില്ലാണ്ട് വളർന്ന കുട്ടിയല്ലേ, കൂടുതലും നമ്മൾ ലാളിച്ചുള്ള വളർത്തുക. അപ്പം ഞാനിപ്പോൾ അവർ വരട്ടെ, വന്ന് നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ മോളോട് പറയുകയും ചെയ്തു. മോളുടെ പേരെന്താ പറഞ്ഞ? ചിത്താര അല്ലേ? ചിത്താര ജാസ്മി അല്ലേ? നല്ല മോള് നല്ല കളറൊക്കെ ഉണ്ട്. അതെ, നല്ലൊരു കാര്യം പറയട്ടെ. നിങ്ങളെ മോളെ എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ മോനിക്ക് നല്ല മേച്ചുണ്ട്. എന്തായാലും എൻ്റെ മോൻ കണ്ടെത്തിയത് നല്ലൊരു മോളെയാണ്. എനിക്ക് പെൺകുട്ടികളില്ലാത്തതിന് എനിക്കൊരു മോളാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് പോകാൻ അധികം ദിവസമൊന്നുമില്ല. 2 മാസത്തെ ലീവാണ്. ഇപ്പോൾ വന്നൊരു മാസമായി. ഇനി 1 മാസത്തെ ലീവ് തന്നെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എൻഗേജ്മെൻ്റ് ഒന്നും വേണ്ട, കല്യാണം തന്നെ കഴിക്കാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണ പരിപാടി നോക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമായി കുട്ടീനെ, എൻ്റെ മോനിക്കും ഇഷ്ടമായി. ഇപ്പം നിങ്ങളെ അഭിപ്രായമാണ് നമുക്ക് കിട്ടേണ്ടത്. എനിക്കും അത് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം. അതിനെപ്പറ്റി പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും കുട്ടി പറഞ്ഞല്ലേ, എനിക്കും കാണുമ്പോൾ മരുമാനൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ കുടുംബം കേട്ടപ്പോഴേക്കൊക്കെ മനസ്സിലായി എല്ലാ കാര്യങ്ങളും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അനുസരിച്ചുള്ള തന്നെയാണ്. പിന്നെ ശ്രീധരൻ പറയുമ്പോൾ എനിക്കുള്ളതൊക്കെ അവൾക്ക് തന്നെ, ഒരു മോളല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രീധരനെ പറ്റിയിട്ടൊന്നുമില്ല. മോളെ ഞങ്ങൾക്ക് ഇഷ്ടമായി. എൻ്റെ മോളെ പോലെ പൊന്നു പോലെ നാം നിൽക്കേണ്ട, ഒരു വിഷമം നിങ്ങൾക്ക് വേണ്ട. നമുക്ക് ഇനിയുള്ള പരിപാടി കുറേ ആൾക്കാരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന്, കുറേ ആൾക്കാരെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന്, അതിനൊന്നും ഇനി സമയമില്ല. അവന് അധികം ലീവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതെന്താ വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി കാര്യങ്ങൾക്ക് കിടക്കാം. അതെന്താണ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് നിങ്ങൾ എന്നാ ഡേറ്റ് പറയാച്ചാൽ ആ ഡേറ്റിൽ നമുക്ക് തീരുമാനിക്കാം. ഇനിയിപ്പോൾ അവര് ദിവസങ്ങൾ അടുത്ത് കഴിഞ്ഞ് പോകല്ലേ. ഇപ്പൊ എൻഗേജ്മെന്റ് ഒന്നും വേണ്ട, ഒറ്റയ്ക്ക് കല്യാണം തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് എന്തായാലും അവർ അത്ര ഇഷ്ടപ്പെട്ട് അടുത്ത് പോയില്ലേ. ഇനിയിപ്പോൾ നീട്ടിയിട്ട് എന്താ കാര്യം? പിന്നെ ഒരു മോളന്നെ ഉള്ളോ, അവൾക്കുള്ള എൻ്റെ സ്വത്തൊക്കെ അവൾക്ക് തന്നെയാണ്. ശ്രീധരൻ പറഞ്ഞിട്ട് അങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ പറഞ്ഞയക്കല്ല. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അവൾക്കുള്ളതൊക്കെ മോൾക്ക് നിങ്ങൾ എന്ത് വേണേലും കൊടുത്തോളെ. അത് നിങ്ങളെ ഇഷ്ടമാണ്. നമ്മൾ അതിന് ശ്രീധരൻ അത്ര വേണം ഇത്ര വേണം നമ്മൾ ചോദിക്കൂല. നമുക്ക് പെൺകുട്ടീനെ ഇഷ്ടമായി, പെൺകുട്ടീനെ ചോദിക്കണം. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചവൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും. എന്നാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ നല്ല പോകാൻ നോക്കട്ടെ. അപ്പോൾ ഉസ്താദിനെ കണ്ടു വന്ന് ഉസ്താദിനോട് ഏതെല്ലാം ദിവസം നോക്കിയിട്ട് നമുക്ക് എന്താ വേണ്ടത്, നിങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളായാലും നോക്കിയിട്ടൊന്ന് വിളിച്ചാൽ വിളിച്ചു ചോദിച്ചിട്ട് നല്ല ദിവസം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാര്യം തീരുമാനിക്കുക. എപ്പോഴാണ് വേണ്ടെന്ന് വെച്ചാൽ കല്യാണ കത്തും ഇതൊക്കെ അടിക്കണ്ടേ. പറയുമ്പോൾ 2 ദിവസം മുന്നേ തന്നെ പറയണം. അപ്പോൾ കത്തൊക്കെ ഒന്ന് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി ശരി. മോളോട് മോളെ ഉമ്മ പോകട്ടാ. അല്ലമ്മ എങ്ങനെയുണ്ട് കുട്ടി? എങ്ങനെയുണ്ട്? ഇഷ്ടമായാ? കുട്ടീനെ എനിക്കിഷ്ടമായി മോനെ. എൻ്റെ മോനക്ക് മേച്ചുള്ള കുട്ടി, തടി കുറവ്, നല്ല കളറുണ്ട്. പിന്നെ തിരഞ്ഞു പോയാൽ കിട്ടില്ല. ഇന്ന് കാലത്ത് ഇങ്ങനത്തെ ഒരു കുട്ടീനെ കിട്ടണമെങ്കിൽ ഒരുപാട് തിരയണം. കുഴപ്പമില്ല, നല്ല കുട്ടി, നല്ല മോള്. പിന്നെ ഉമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ മോനെ. അതിൻ്റെ പാട്ടൊക്കെ അതിൻ്റെ മുഖത്തുണ്ട്. എൻഗേജ്മെൻ്റ് ഒന്നും വേണ്ട, നമുക്ക് എപ്പോഴത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ മോനെ. എനിക്ക് നല്ല ഇഷ്ടമായി. അല്ല നമ്മൾ അവിടെ കണ്ട കുട്ടിയല്ലേ ഇത്? അല്ല അതല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ കാത്തോടെ നിൽക്കുക. അല്ലേ മോനെ, എന്താ കാര്യം? അല്ല നിങ്ങൾ ആ മോളെ പെണ്ണ് കാണാൻ വന്നതാ? ചെക്കൻ അരിവനാ? കുറേ കൂട്ടർ പെണ്ണ് കാണാൻ വരും, പക്ഷെ ഒന്നും ശരിയാവാറില്ല. കുശുമ്പോണ്ട് പറയുന്നല്ല കേട്ടാ, എന്നാലും ചോദിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ പെൺകുട്ടീനെ? അയ്യോ മോനെ, നല്ല കുട്ടിയാ, നല്ല ഐശ്വര്യമുള്ള മോളാ.
ഞങ്ങൾക്ക് കണ്ടത് ഇഷ്ടമായി. പക്ഷെ എൻ്റെ മോൻ അങ്ങനെ ഒരു പെൺകുട്ടീനെ തിരഞ്ഞു പിടിച്ച് ഒക്കെ തന്നതേ എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ എന്തോരം നടക്കണം, എത്ര വീട് കയറി ഇറങ്ങണം എന്നറിയോ. നല്ല മോള്. മോന അയൽവാസിയാണോ? അയൽവാസിയൊക്കെ തന്നെയാ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, എൻ്റെയും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ നടക്കണമെന്ന് ഞാൻ കാണാം. ശരി ശരി ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ കേട്ടാ. ശരി. എൻ്റെ ഈ കുട്ടിക്ക് വല്ല കുശുമ്പുണ്ടാ? അയൽവാസിയല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയണേ. അല്ല, ആ കുട്ടി എന്തെങ്ങനെയാ പറയണേ? അവിടെ വെച്ചിട്ട് ഒരു ജാതിയിൽ വർത്താനം പറഞ്ഞു, ഇപ്പോഴും പറയുന്ന ഒരു ജാതിയിൽ വർത്താനം. ആർക്കറിയാം, അല്ല അയൽവാസി അറിയാം. നമ്മൾ കാണാൻ വന്ന ആ കുട്ടിക്ക് എന്താ ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ടാവും. എല്ലായിടത്തും ഉണ്ടാവില്ല ഇതുപോലത്തെ. കല്യാണത്തിന് ഇപ്പോൾ ദൂര സ്ഥലത്തു നിന്ന് ആദ്യം പോയി വിളിക്കേണ്ടി വരും. അപ്പോൾ അടുത്തൊക്കെ പിന്നെ നമുക്ക് ആയത്തിനെ വിളിച്ചാൽ മതി. ദൂര സ്ഥലങ്ങളിൽ ഫോൺ വിളിച്ച് പറയണമെങ്കിൽ വിളിച്ച് പറയാമല്ലേ. വിളിക്കുന്നത് ഹലോ ഹലോ, ഗഫൂർക്കല്ലേ? അതെ. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. എന്തേ? അതൊന്നുമല്ല, നിങ്ങളുടെ മോളുടെ കല്യാണമായി കേട്ടിട്ടില്ലോ? അതെ. നന്നായിട്ടൊക്കെ ആലോചിച്ചപ്പന് ഗഫൂർക്കാങ്ങള്. അതാണ് ആലോചിക്കില്ല. നിങ്ങൾ ഇതേപോലെ മോളൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ആലോചിക്കില്ല. കല്യാണം കഴിക്കാൻ പോണ ചെക്കന്റെ സ്വഭാവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ? ഇല്ല മോനെ, ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാൻ അവർ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായപ്പോൾ വന്നപ്പോൾ അവരുടെ ഇഷ്ടം ശരിയായ കുഴപ്പമില്ലാതെ ഞാൻ സമ്മതം കൊടുത്തതാ. എന്താ മോനെ? അതാണ് നിങ്ങളുടെ എല്ലാ മാതാപിതാക്കളുടെയും പ്രശ്നം. അതേ, ഒരു കല്യാണം കഴിക്കുമ്പോൾ ചെക്കന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവന്റെ സ്വഭാവം എന്താണ്, അവൻ എങ്ങനെ പെട്ടവനാണെന്ന് നന്നായിട്ട് ചിന്തിക്കണം. എന്നിട്ട് വേണം കല്യാണം കഴിച്ചു കൊടുക്കാന്. അതേ, ചെക്കൻ കണ്ടുകൂടിയാണ്. പിന്നെ പറയണ്ടല്ലോ, കഞ്ചാവ്. ദുബായിലെ പണിയെടുത്തുകൊണ്ട് നിങ്ങൾ കെട്ടിച്ചു വിടാൻ നിൽക്കണ്ടട്ടാ. അവിടെ തന്നെ 6 മാസം ജയിലിൽ കിടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാനങ്ങ് തിരിച്ചു പോകില്ല എന്നും പറയണത്. ഞാൻ ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് നിങ്ങളുടെ മോളുടെ ഭാഗ്യം വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ഈ വിളിക്കണത്. അല്ലാണ്ട് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. മോൻ വിളിക്കുന്ന മോന്റെ പേരൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്റെ പേര് എന്റെ അഡ്രസ് ഒക്കെ തരുന്നത്. ഞാൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അന്വേഷിച്ചു ആ ചെക്കന്റെ. ഞാൻ പറയണത് കേട്ടോ, ഈ കല്യാണം വേണ്ടാന്ന് വെച്ചോ, നിങ്ങളുടെ മോള് നരകത്തിലേക്ക് പോകും. അതല്ല മോനെ, ഇവിടെ അവർക്ക് ഒരു കുഴപ്പമില്ല. ചെക്കൻ നല്ല ചെക്കനാ. ഒരു അങ്ങനെയുള്ള സ്വഭാവം ഒന്നും കണ്ടപ്പോ തോന്നുന്നില്ല കേട്ടാ. ഇതും പറഞ്ഞു നിങ്ങളുടെ മോളുടെ ജീവിതം കളയാൻ നിൽക്കണ്ടട്ടാ. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ഞാൻ വെക്കുക. മോന്റെ പേര് പറയേ പെട്ടെന്ന്. ആരപ്പോ അത് പെട്ടെന്ന് അങ്ങനെ പേര് പറയാണ്ട് വെച്ച്. നമ്മളിപ്പോ അർജന്റ് കുട്ടിയാ. ഈ മോൻ ശരിക്കും നമ്മൾ അന്വേഷിക്കാണ്ടാവോ? അങ്ങനെ ഒരാള് കല്യാണം മുടക്കണ കേസ് അങ്ങനെ ചെയ്യില്ല. ചിലപ്പോൾ സത്യമാവുമോ? പക്ഷെ എന്തായാലും ഭയങ്കര ഇതാണല്ലോ. ഇപ്പം എന്തായാലും കല്യാണം കഴിയാത്ത ഭാഗ്യം. കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായിരിക്കും? എന്തായാലും ഇപ്പോൾ വിളിച്ച് പറഞ്ഞ് നന്നായി. അല്ലെങ്കിൽ തന്നെ കണ്ടപ്പോഴേക്ക് കള്ള ലക്ഷണം തോന്നി. അവൻ്റെ മുഖത്ത് അല്ലെങ്കിൽ തന്നെ കഞ്ചാവൊക്കെ വലിക്കുന്ന ടീമാണെന്ന് തോന്നുന്നു. നമ്മളെ ആ പെണ്ണിനെ പറ്റിച്ചതാണ് എൻ്റെ പെൺകുട്ടിന് മോളെ. വശീകരിച്ചാണ് അവൻ. അങ്ങനെയാണെങ്കിൽ നാളെ അവനെ വിളിച്ചിട്ടേ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ഈ കല്യാണം കാര്യം അവിടെ നിൽക്കട്ടെ. കല്യാണം പിന്നെ നമുക്ക് ആലോചിക്കാം. മോളോടും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ എന്തെങ്കിലുമൊക്കെ പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് കല്യാണം നടന്നാൽ ശരിയാവില്ല. അങ്ങനെയുള്ളവരൊന്നും നമ്മൾ കൊടുക്കില്ല.